ഹായ് എവരിവൺ, ചാനലിലേക്ക് സ്വാഗതം. വെസ്റ്റ് കോസ്റ്റ് കനാൽ അഥവാ ദേശീയ ജലപാത നമ്പർ 3 കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന 205 കിലോമീറ്റർ നീളമുള്ള ഉൾനാടൻ നാവിഗേഷൻ പാതയാണ്. ഇത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്നു. 1993 ഇത് ദേശീയ ജലപാതയായി പ്രഖ്യാപിക്കപ്പെട്ടു. പ്രധാന പാതയ്ക്ക് പുറമെ ചമ്പക്കര, ഉദ്യോഗമണ്ഡൽ കനാലുകൾ സഞ്ചാരയോഗ്യമാണ്. കൂടാതെ കൊച്ചിയിലെ വ്യാവസായിക കേന്ദ്രങ്ങളെ കൊച്ചി തുറമുഖവുമായി ഇത് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. മുഴുവൻ പാതയിലും 24 മണിക്കൂർ നാവിഗേഷൻ സൗകര്യങ്ങളുള്ള രാജ്യത്തെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് ഇത്. 2016 ദേശീയ ജലപാത നിയമപ്രകാരം ഇത് കോഴിക്കോടിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ ജലപാത നമ്പർ 3 പ്രധാനമായും മുൻ തിരുവനന്തപുരം ഷൊർണൂർ കനാലിലൂടെയാണ് കടന്നുപോകുന്നത്. ജലപാതകൾ എല്ലായ്പ്പോഴും കേരളത്തിലെ ഒരു പ്രധാന ഗതാഗത മാർഗമാണ്. കേരളത്തിലെ ആകെ ജലഗതാഗത പാതയുടെ നീളം 1900 കിലോമീറ്റർ ആയിരുന്നു. ജലഗതാഗത നദികളാണ് ജലപാതകളുടെ ഏകദേശം 54%. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികളും കായലുകളും കേരളത്തിലെ ഉൾനാടൻ നാവിഗേഷൻ സംവിധാനത്തിന്റെ സംയോജിത ഭാഗമാണ്. സംസ്ഥാനത്തെ ഉൾനാടൻ ജലപാതകൾ ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഉദാഹരണത്തിന് വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഈ പ്രദേശത്ത് താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും പരമ്പരാഗത വ്യവസായങ്ങളായ കയർ, കശുവണ്ടി, ഇഷ്ടിക നിർമ്മാണം, മത്സ്യബന്ധനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഉൾനാടൻ ജലപാതകൾ വികസിപ്പിക്കാനുള്ള ഏതൊരു ശ്രമവും ഈ മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കും എന്നതിൽ തർക്കമില്ല. കൊല്ലത്തിനും കോട്ടപ്പുറത്തിനും ഇടയിലുള്ള പ്രധാന വെസ്റ്റ് കോസ്റ്റ് കനാലിൽ കൊച്ചി ഇടപ്പള്ളിക്കോട്ട വരെ 120 കിലോമീറ്റർ ദൂരം 1994 നവംബറിൽ IWAA നടത്തിയ മെച്ചപ്പെടുത്തൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ചരക്ക് നീക്കത്തിന് തുറന്നുകൊടുത്തു. കൊച്ചിക്കും കൊല്ലത്തിനും ഇടയിലുള്ള കനാൽ വീതി കൂട്ടുന്നതിനും ആഴം കൂട്ടുന്നതിനുമുള്ള ഡ്രഡ്ജിംഗ് 1997-98 കാലഘട്ടത്തിൽ ആരംഭിച്ചു. 2002 സെപ്റ്റംബറിൽ കൊച്ചി കോട്ടപ്പുറം മേഖലയിൽ രണ്ടാം ഘട്ട ഡ്രഡ്ജിംഗ് ആരംഭിച്ചു. കൊച്ചി ആലപ്പുഴ മേഖലയിലെ ജോലികൾ പൂർത്തിയായി. കൊച്ചി കോട്ടപ്പുറം മേഖലയിൽ 30 കിലോമീറ്ററിൽ 4.83 കിലോമീറ്റർ ഒഴികെ മറ്റിടങ്ങളിൽ ഡ്രഡ്ജിംഗ് പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള റീച്ചുകളിൽ ഡ്രഡ്ജ് ചെയ്ത വസ്തുക്കളുടെ നീക്കം, മത്സ്യബന്ധന വലകൾ, കരാർ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം വൈകുന്നുണ്ട്. മൊത്തം ജലപാതയുടെ 205 കിലോമീറ്ററിൽ ആഴം കുറഞ്ഞ നീളം 87.16 കിലോമീറ്ററായി കണക്കാക്കിയിട്ടുണ്ട്. അതിൽ 59.75 കിലോമീറ്റർ ഇതുവരെ ഡ്രഡ്ജ് ചെയ്തു കഴിഞ്ഞു. 24.49 കിലോമീറ്റർ ഡ്രഡ്ജ് ചെയ്യാനുണ്ട്. മുഴുവൻ ആഴം കൂട്ടുന്നതിനായി ഡ്രഡ്ജ് ചെയ്യേണ്ട ആകെ അളവ് 40,33,000 ക്യൂബിക് മീറ്ററായി കണക്കാക്കിയിട്ടുണ്ട്. അതിൽ 23,98,000 ക്യൂബിക് മീറ്റർ ഡ്രഡ്ജ് ചെയ്തു കഴിഞ്ഞു. ഇനി 16,35,000 ക്യൂബിക് മീറ്റർ ഡ്രഡ്ജ് ചെയ്യാനുണ്ട്. ബോയികളും ലൈറ്റുകളും വഴി 24 മണിക്കൂർ നാവിഗേഷൻ സഹായങ്ങൾ നൽകുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള പദ്ധതി 2007-2008 പൂർത്തിയായി. ഇപ്പോൾ മുഴുവൻ ജലപാതയിലും 24 മണിക്കൂർ നാവിഗേഷൻ സൗകര്യമുണ്ട്. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ ജലപാതകളിലൂടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഏകദേശം 20 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാമായിരുന്നു. തിരക്കേറിയ സമയങ്ങളിൽ റോഡ് റൂട്ട് 90 മിനിറ്റ് വരെ എടുക്കുന്നിടത്താണ് ഇതെന്നതാണ് അതിശയകരം. 2013 മുതൽ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് വൈറ്റില മൊബിലിറ്റി ഹബിൽ നിന്ന് ഉദ്യോഗമണ്ഡൽ കനാലിലെ കാക്കനാട് ഭാഗത്തേക്ക് ഒരു യാത്രാ ഫെറി സർവീസ് നടത്തുന്നുണ്ട്. യാത്രക്കാരുടെ എണ്ണവും കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുന്നതിനായി ഇത് വീഗാലാൻഡിന് സമീപമുള്ള പള്ളിക്കരയിലേക്ക് നീട്ടാൻ സജീവ പദ്ധതികളുമുണ്ട്. കൊല്ലം, ആലപ്പുഴ, ഫോർട്ട് കൊച്ചി, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ ബോട്ട് ജെട്ടികളിൽ നിന്ന് ജലപാതയിലൂടെ പാസഞ്ചർ ബോട്ട് സർവീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ഈ ജലപാതയിലൂടെ ദിവസേന ബോട്ട് സർവീസ് ഉണ്ട്. നിലവിൽ ഈ ജലപാതയിലൂടെ പ്രവർത്തിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ വാണിജ്യ സർവീസാണിത്. SWTD കേരളയാണ് ബോട്ട് സർവീസ് നടത്തുന്നത്. വൈക്കത്തിനും എറണാകുളത്തിനും ഇടയിൽ ജലപാതയിലൂടെ അതിവേഗ എയർ കണ്ടീഷൻ ചെയ്ത ഒരു ദൈനംദിന ബോട്ട് സർവീസും ഉണ്ട്. ഇതിനു പുറമെ വേമ്പനാട്ട്, ചേർത്തലത്തോട്, വൈക്കം ജെട്ടിക്ക് സമീപമുള്ള താവനക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോട്ട് ഫെറി സർവീസുകളും ഉണ്ട്. കൊല്ലത്തിനും അഞ്ചാലമ്മൂടിനും സമീപമുള്ള സാമ്പ്രാണിക്കൊടി, കൊല്ലത്തിനും മൺട്രോ ദ്വീപിനും സമീപമുള്ള പേഴുംതുരുത്ത്, ആലപ്പുഴയ്ക്കും കോട്ടയത്തിനുമിടയിലുള്ള ബോട്ട് സർവീസുകൾ, ആലപ്പുഴ കൈനകരി, എറണാകുളം ജെട്ടി, ഫോർട്ട് കൊച്ചി, വൈപ്പിൻ, എറണാകുളം മുളവുകോട്, വരപ്പുഴ ചിറ്റൂർ മുതലായവയ്ക്ക് ഇടയിലുള്ള ബോട്ട് സർവീസുകളും നിലവിലുണ്ട്. ഒരു ബദൽ ഗതാഗത മാർഗമെന്ന നിലയിൽ വായു മലിനീകരണവും റോഡ് അപകടങ്ങളും കൈകാര്യം ചെയ്യാൻ ജലപാതകൾ സഹായിക്കുന്നു.
ചരക്കുകളുടെയും യാത്രക്കാരുടെയും ഗതാഗതത്തിന്റെ ഒരു പങ്ക് ജലപാതയിലേക്ക് തിരിച്ചുവിടുന്നതിന് 17.2 കിലോമീറ്റർ അകലെയുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും കൊച്ചി തുറമുഖത്തെയും ജലപാതയിലൂടെ ബന്ധിപ്പിക്കുന്നതിനുള്ള ആശയം ഈ മേഖലയിലെ ഏജൻസികൾ ആലോചിക്കുന്നുണ്ട്. രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു ആദ്യ ശ്രമമാണ് ഇത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് റൂട്ടിലെ ചില ജലാശയങ്ങൾ വീതി കൂട്ടുകയും ഡ്രഡ്ജ് ചെയ്യുകയും വേണം. കൊച്ചിയിലെ സഞ്ചാരയോഗ്യമായ കനാലുകളെ ജലപാതയുമായി ബന്ധിപ്പിക്കുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം. കോട്ടപ്പുറം, ആലുവ, മരട്, വൈക്കം, തണ്ണീർമുക്കം, തൃക്കുന്നപ്പുഴ, കായംകുളം എന്നീ 7 സ്ഥലങ്ങളിൽ ടെർമിനലുകൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. കൊല്ലത്ത് CPWDയുടെ 8ാമത്തെ ടെർമിനലിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ചെലവ് വളരെ കുറവാണ് എന്നതാണ് ജലപാതകൾക്കുള്ള മറ്റൊരു മെച്ചം. ചരക്ക് നിരക്കുകളുടെ കാര്യത്തിൽ ജലപാതകൾ എപ്പോഴും റോഡ് വേകളെക്കാൾ വില കുറഞ്ഞതും റെയിൽവേയിലെ മിക്ക അടിസ്ഥാന ക്ലാസുകളെക്കാളും വില കുറഞ്ഞതുമാണ്. സംസ്ഥാനത്തിന്റെ ഉൾനാടൻ ജലഗതാഗത സംവിധാനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ കൊച്ചി തുറമുഖം ഉപയോഗിക്കുന്ന കേരളത്തിലെ പല കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങളും ഗണ്യമായി വളരും. അറബിക്കടലിന് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഉൾനാടൻ ജലപാതകളിലൂടെ കൊച്ചി തുറമുഖം കേരളത്തിന്റെ ഉൾനാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാന വ്യാപാര കേന്ദ്രങ്ങളെയും ഇത് ബന്ധിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ആഭ്യന്തര വ്യവസായത്തിലും ഭാവി സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിൽ വെസ്റ്റ് കോസ്റ്റ് ലൈൻ വളരെ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കൊച്ചി തീരത്തെ വല്ലാർപാടത്തുള്ള അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ കേരളത്തിൽ IWAക്ക് ഭാവിയിൽ വളരെയധികം സാധ്യതകൾ സൃഷ്ടിക്കുന്ന അത്തരം ബാഹ്യ ഘടകങ്ങളിലൊന്നാണ്. ഇന്ത്യയിലൂടെ കൂടുതൽ അന്താരാഷ്ട്ര ചരക്ക് നീക്കങ്ങൾ ആകർഷിക്കുക, ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ചരക്ക് ചെലവ് കുറയ്ക്കുക എന്നിവയാണ് ICTTയിൽ നിന്നുള്ള പ്രതീക്ഷകൾ. ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് IWAI ഇതിനകം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൊച്ചി തുറമുഖത്തിന് സമീപം NW3ൽ ലിഫ്റ്റ് ഓൺ ലിഫ്റ്റ് ഓഫ്, റോൾ ഓൺ റോൾ ഓഫ് ബാർജുകൾ വഴി കണ്ടെയ്നറുകൾ കൈമാറാൻ സഹായിക്കുന്ന 2 പ്രത്യേക ടെർമിനലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ ഫാക്ട്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന ഉദ്യോഗമണ്ഡൽ കനാലിന്റെ തീരത്ത് നിരവധി വ്യവസായ പ്ലാന്റുകൾ ഉണ്ട്. ജലപാതകൾ ഏറ്റവും വില കുറഞ്ഞതും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ ഗതാഗത മാർഗമാണെങ്കിലും കൊച്ചിയിലെ പല സഞ്ചാരയോഗ്യമായ കനാലുകളും ഇപ്പോൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാർക്കറ്റുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നു. നിരവധി വീടുകളും ബിസിനസ്സുകളും ഈ കനാലുകളിൽ കയ്യേറിയിട്ടുമുണ്ട്. കലൂരിലേതുപോലുള്ള പാലങ്ങൾ താഴ്ന്ന നിരപ്പുള്ളവയാണ്. ഇത് ബോട്ടുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തിന് തടസ്സമാകുന്നുണ്ട്. ഇത് ഉൾനാടൻ ജലപാത അതോറിറ്റി ഓഫ് ഇന്ത്യ, KSIANC, ജലസേചന, മത്സ്യബന്ധന വകുപ്പുകൾ തുടങ്ങിയവയുടെ ഏകോപനത്തിലൂടെ പരിഹരിക്കേണ്ടിയിരിക്കുന്നു. വരും ഭാവിയിൽ കോട്ടപ്പുറം മുതൽ കാസർഗോഡിലെ ഹോസ്ദുർഗ് വരെയും കൊല്ലം മുതൽ കോവളം വരെയും NW3 നീട്ടുന്നതിനുള്ള പഠനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മൂവാറ്റുപുഴ നദി വഴി വെള്ളൂരിലേക്കുള്ള 25 കിലോമീറ്ററും മുഹമ്മയിൽ നിന്ന് കിഴക്കൻ കരയിലേക്കുമുള്ള ലിങ്കുകൾ വേമ്പനാട് തടാകം, കുമരകം, നാട്ടകം എന്നിവിടങ്ങളിലേക്കും ജലപാത നീട്ടുവാൻ പദ്ധതിയുണ്ട്. ആലപ്പുഴയിൽ നിന്ന് നെടുമുടി, പുളിങ്കുന്ന്, ചമ്പക്കുളം, എടത്വ, പരുമല എന്നിവിടങ്ങളിലേക്കും മാഹി, വടകര മേഖലയിലെ കനാൽ വികസിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. ദേശീയ ജലപാത മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ആവശ്യമായ സൗകര്യങ്ങളോടെ മാഹി വടകര കനാൽ വികസിപ്പിക്കുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നു. കോവളം മുതൽ ബേക്കൽ വരെ നീളുന്ന വെസ്റ്റ് കോസ്റ്റ് കനാൽ പദ്ധതിയുടെ കോവളം കൊല്ലം ഭാഗം ഈ വർഷം പ്രവർത്തനക്ഷമമാകുമെന്ന് പറയുന്നുണ്ട്. ഈ ശ്രമങ്ങൾ ഗതാഗത ചെലവ് കുറയ്ക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഫെയർവേ വികസനം, ടെർമിനൽ പ്രവർത്തനങ്ങൾ, കപ്പൽ മാനേജ്മെന്റ് എന്നിവയ്ക്കായി സ്വകാര്യ മേഖലയുടെ സഹകരണം പിന്തുടരുകയും ചെയ്യും. ബങ്കറിംഗ് പ്രവർത്തനങ്ങൾക്കായി ഒരു പോർട്ട് ഓഫ് ലോഡിംഗ് ബാർജ് ചേർക്കുന്നത് ഉൾപ്പെടെ അതിന്റെ കപ്പൽ പലകകൾ വികസിപ്പിക്കുന്നതിനൊപ്പം കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഈ മേഖലയിൽ സ്ഥിരമായി ലാഭം നേടിയിട്ടുണ്ട്. ഈ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ ഉൾനാടൻ നാവിഗേഷൻ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി ഗണ്യമായ ശേഷിയുള്ള ഒരു പാസഞ്ചർ ക്രൂയിസ് കപ്പൽ നിർമ്മിക്കാനും ഒരു കാർഗോ ബാർജ് നിർമ്മിക്കാനും ഈ കോർപ്പറേഷൻ ഒരുങ്ങുന്നുണ്ട്. ഇത് ജലപാതകൾ വികസിപ്പിക്കുന്നതിനുള്ള ശക്തമായ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. പുതുതായി വരുന്ന തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഒക്കെ പോലെ വെസ്റ്റ് കോസ്റ്റ് ലൈനും കേരളത്തിന്റെ വികസന കുതിപ്പിന് ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു ഫോർ ലിസണിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.